നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൂസൻ കോയിലിൻസിന്റെ ദ ഹങ്കർ ഗെയിംസ് എന്ന ഒരു നോവൽ സീരീസിനെ കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. അതെ, ശരിക്കും ഇതൊരു ഡിസ്റ്റോപ്പിയൻ ലോകത്തിന്റെ കഥയാണല്ലോ. അതെ, പനയം എന്നൊരു രാജ്യം, അവിടെ നടക്കുന്ന ഈ ഹങ്കർ ഗെയിംസ് ഭയങ്കര ക്രൂരമായൊരു സംഭവം. അതിന്റെ പിന്നിലെ കാര്യങ്ങള്, അതിന്റെ പ്രാധാന്യം, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ പനയം എന്താണ്? അതായത് ഒരു വശത്ത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ക്യാപിറ്റോള്. അതെ, മറ്റേ അറ്റത്ത് 12 ഡിസ്ട്രിക്റ്റുകള്, വളരെ പാവപ്പെട്ട ഡിസ്ട്രിക്റ്റുകള്. ഈ ക്യാപിറ്റോളിനു വേണ്ടി പണിയെടുക്കുന്നവർ. ശരിയാണ്. ഇതിന്റെ ഇടയിലാണ് എല്ലാ കൊല്ലവും ഈ ഹങ്കർ ഗെയിംസ് നടക്കുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോ കുട്ടികളെ വെച്ച്, ആണും പെണ്ണും. അതെ, ഓരോ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നിർബന്ധിച്ച് തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരെ ഒരു വലിയ വേദിയിലേക്ക്, ഒരു പോർക്കളത്തിലേക്ക് വിടും. എന്നിട്ട് അവിടെ അവര് പരസ്പരം കൊല്ലണം. അവസാനം ഒരാൾ മാത്രം രക്ഷപ്പെടുന്നതുവരെ. ഇത് ടിവിയിലൊക്കെ കാണിക്കുവോ? ഓ, തീർച്ചയായും. രാജ്യം മുഴുവൻ ലൈവായിട്ട് കാണിക്കും. ഇതൊരു ശിക്ഷയാണ് ശരിക്കും. Bring your book to life with AI. Plotsformovies.com helps you create movie-like trailers for your book, allowing filmmakers to visualize your story just the way you imagined it while writing. Enhance the storytelling experience to a whole new level with realistic characters, immersive voiceovers, and cinematic sound effects. No more boring stock images or generic clips. Captivate your audience, spark curiosity, make readers and filmmakers eager to explore more. Plotsformovies.com, where your story becomes cinema. പണ്ട് നടന്നൊരു വിപ്ലവത്തിനുള്ള ശിക്ഷ. പിന്നെ ക്യാപിറ്റലിലെ ആളുകൾക്ക് ഇതൊരു തരം വിനോദവും. ഭീകരം തന്നെ. ഈ അവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രധാന കഥാപാത്രം വരുന്നത്, കാറ്റ്നിസ് എവോർഡീൻ. 16 വയസ്സുള്ളൊരു പെൺകുട്ടി അല്ലേ? ഡിസ്ട്രിക്റ്റ് 12 നിന്ന്. അതെ, ശരിക്കും അവളുടെ അനിയത്തിയായിരുന്നു പോകേണ്ടത്. ഓഹോ. പക്ഷേ കാറ്റ്നിസ് അനിയത്തിക്ക് പകരം ഞാൻ പോകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. അവൾക്ക് ഈ അതിജീവനത്തിനുള്ള കഴിവുകളൊക്കെയുണ്ട് അല്ലേ? അമ്പെയ്ത്തൊക്കെ അറിയാം. കാടിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഗെയിംസിന്റെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇത് വെറും അമ്പെയ്ത്തോ അതിജീവനമോ മാത്രമല്ല. പിന്നെയോ ഇത് രാഷ്ട്രീയമാണ്. ഓരോ വാക്കും ഓരോ നോട്ടവും എല്ലാം കാൽക്കുലേറ്ററാണ്. മാധ്യമങ്ങൾ അതൊക്കെ വളച്ചൊടിക്കും. അപ്പോ ഈ ആദ്യത്തെ പുസ്തകം ദി ഹങ്കർ ഗെയിംസ്, അതിൽ കൂടുതലും ആ പോരാട്ടക്കളത്തിലെ കാര്യങ്ങളാണോ? അതെ, പ്രധാനമായും അതുതന്നെ. അവിടെ അവൾക്ക് സുഹൃത്തുക്കളുണ്ടാകുന്നു, ശത്രുക്കളുമുണ്ടാകുന്നു. പിന്നെ കൂടെയുള്ള പീറ്റർ മെല്ലാർക്ക്. അതേ ഡിസ്ട്രിക്റ്റിലെ മറ്റേ മത്സരാർത്ഥി. അതെ, അവനുമായിട്ടൊരു പ്രണയം പോലെ അഭിനയിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ഓ, അഭിനയമോ? എന്തിനാണത്? അത് കാഴ്ചക്കാരുടെ സിമ്പതി കിട്ടാൻ, സ്പോൺസർമാരെ കിട്ടാൻ, ഗെയിംസിൽ പിടിച്ചു നിൽക്കാൻ. അതൊരു തന്ത്രമാണ്. അപ്പോ അവിടെയാണ് ഈ അധികാരവും മീഡിയയും എങ്ങനെ ആളുകളെ നിയന്ത്രിക്കുന്നു എന്ന് കാണിക്കുന്നത്. കൃത്യമായി. അതൊരു വലിയ ചോദ്യമാണ്. അത് വെറും അഭിനയമായിരുന്നു, അതോ അതിൽ കുറച്ചെങ്കിലും സത്യമുണ്ടായിരുന്നു എന്നത്. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഈ റിയാലിറ്റി ഷോ എന്ന ആശയം എങ്ങനെയാണ് മനുഷ്യന്റെ വികാരങ്ങളെ വരെ വിൽപ്പനച്ചരക്കാക്കുന്നത് എന്നതാണ്. ആ ഗെയിമിന്റെ അവസാനം കാറ്റ്നിസും പീറ്റയും കാണിക്കുന്ന ഒരു ധിക്കാരമുണ്ട്. അവർ നിയമം മാറ്റിയെഴുതാൻ ക്യാപിറ്റോളിനെ നിർബന്ധിതരാക്കുന്നു. ശരിയാണ്, അതാണ് കഥയുടെ ഗതിമാറ്റുന്നത് അല്ലേ? രണ്ടാം പുസ്തകമായ കാച്ചിങ് ഫയറില്. അതെ, ആ ഒരു സംഭവം ഡിസ്ട്രിക്റ്റുകളിൽ ഒരു വിപ്ലവത്തിന്റെ തീപ്പൊരി പോലെ പടരുന്നു. അത് പിന്നെ ക്യാപിറ്റോളിനും പ്രസിഡന്റ് സ്നോയിക്കും സഹിക്കില്ലല്ലോ. ഇല്ല, അവർക്കതൊരു ഭീഷണിയാണ്. അപ്പൊ അവര് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. എങ്ങനെ? കൂടുതൽ അപകടം പിടിച്ച ഒരു ഗെയിം, ക്വാർട്ടർ ക്വെൽ എന്ന് പറയും. അതില് മുൻപ് ജയിച്ചവര് തമ്മിലാണ് മത്സരം. ഓ, അപ്പൊ കാറ്റ്നിസിനെയും പീറ്റയും വീണ്ടും അങ്ങോട്ട് വിടുന്നു. അതെ, ഇത് ശരിക്കും അവരെ ഒതുക്കാനും മറ്റുള്ളവർക്കൊരു പാഠം കൊടുക്കാനുമാണ്. ചെറുത്തുനിന്നാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് കാണിക്കാൻ. ഓക്കേ, അപ്പൊ അവളുടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു. തീർച്ചയായും. പക്ഷെ മൂന്നാം പുസ്തകത്തില് മോക്കിംഗ് ജയിൽ എത്തുമ്പോഴേക്കും ആ ഗെയിംസിന്റെ വേലിക്കെട്ടുകളൊക്കെ പൊളിഞ്ഞു. അതൊരു തുറന്ന യുദ്ധമായി മാറുന്നു. കാറ്റ്നിസ് ഒരു ചിഹ്നമായി മാറുന്നു അല്ലേ, മോക്കിംഗ് ജെ എന്ന പേരിൽ. എല്ലാവരും വിചാരിച്ചത് ഡിസ്ട്രിക്ട് 13 നശിച്ചുപോയി എന്നാണ്. പക്ഷേ അവരാണ് ഈ വിപ്ലവത്തിന് പിന്നിൽ. കാറ്റ്നിസ് അവിടെയാണ് എത്തുന്നത്. അപ്പോൾ അവിടെ അവൾ നേരിടുന്നത് ശരിക്കുള്ള യുദ്ധത്തിന്റെ പ്രശ്നങ്ങളാണോ? യുദ്ധത്തിന്റെ ഭീകരത, അത് മനുഷ്യനിലുണ്ടാക്കുന്ന മാനസികാഘാതങ്ങൾ, ധാർമ്മികമായ ശരിതെറ്റുകൾ, ഒരുപാട് നഷ്ടങ്ങൾ അവൾക്ക് നേരിടേണ്ടി വരുന്നു.
ഒരു പ്രതീകമായിരിക്കുക എന്നത് തന്നെ വലിയൊരു ഭാരമാണ്. ശരിയാണ്. അപ്പോൾ കഥ വെറുമൊരു അഡ്വഞ്ചർ എന്നതിലുപരിയായിട്ട് ഈ അധികാരം, ത്യാഗം, മീഡിയയെ ഉപയോഗിച്ച് കബളിപ്പിക്കുന്നത്, യുദ്ധമുണ്ടാക്കുന്ന മുറിവുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായും. കാറ്റ്നസ് ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹീറോ അല്ല താനും. അവൾക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട്, കൺഫ്യൂഷനിലാവുന്നുണ്ട്. അതെ, ആ ഒരു സങ്കീർണതയാണ് അവളെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കുന്നത്. ആളുകൾക്ക് അവളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇല്ല, ബന്ധം പോലും അതൊരു സാധാരണ ലവ് ട്രയാങ്കിൾ അല്ല. അതിലൂടെയും ഈ അതിജീവനം, സഹാനുഭൂതി, പ്രതികാരം, വിശ്വാസം ഇതൊക്കെ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. കോളിൻസിന്റെ എഴുത്തിന്റെ ഒരു വേഗതയുണ്ട്. ആ ലോകം അവരുണ്ടാക്കിയെടുത്ത രീതി അതൊക്കെ ഗംഭീരമാണ്. അതെ. അപ്പം നമ്മൾ ഈ സംസാരിച്ചതെന്ന് മനസ്സിലാവുന്നത് ദി ഹങ്കർ ഗെയിംസ് എന്നത് ഒരു ത്രില്ലർ കഥ എന്നതിനപ്പുറം ഈ അധികാരഘടനകള്, മാധ്യമങ്ങളുടെ കളി, പിന്നെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ മനുഷ്യൻ കാണിക്കുന്ന ആ ഒരു ചെറുത്തുനിൽപ്പ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ആഴത്തിലുള്ള ചിന്തയാണ്. ശരിക്കും നിങ്ങൾ കേൾക്കുന്നവർക്കായിട്ടൊരു ചിന്ത ബാക്കി വെക്കാം, അല്ലേ? എന്താണത്? ഈ കഥയിൽ പറയുന്ന പോലത്തെ സാമൂഹിക നിയന്ത്രണങ്ങള്, ഈ മീഡിയ മാനിപ്പുലേഷൻ, ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ ലോകവുമായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ബന്ധം തോന്നുന്നുണ്ടോ? പിന്നെ ഈ കഥാപാത്രങ്ങൾ നേരിട്ട പോലത്തെ ധാർമ്മികമായ ചോദ്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നാൽ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? അതൊരു നല്ല ചോദ്യമാണ്, ചിന്തിക്കേണ്ട ഒന്ന്. Bring your book to life with AI. Plotsformovies.com helps you create movie-like trailers for your book, allowing filmmakers to visualize your story, just the way you imagined it while writing. Enhance the storytelling experience to a whole new level with realistic characters, immersive voiceovers, and cinematic sound effects. No more boring stock images or generic clips. Captivate your audience, spark curiosity, make readers and filmmakers eager to explore more. Plotsformovies.com, where your story becomes cinema